ലിയോണൽ മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിലേക്ക് കൊണ്ടുവരാമെന്ന പേരിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടന്നത് വൻ കള്ളക്കളികളെന്ന് കായിക വകുപ്പ് റിപ്പോർട്ട്. കോടികളുടെ തട്ടിപ്പും പെമ ചട്ടലംഘനങ്ങളും സംശയിക്കുന്നതിനാൽ കേന്ദ്ര ഏജൻസികളുടെ അടക്കം അന്വേഷണത്തിന് റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. മുൻ കായിക മന്ത്രി വി അബ്ദുറഹ്മാന്റെ മാഡ്രിഡ് സന്ദർശനത്തിലും ദുരൂഹതയുണ്ടെന്ന് കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ട് തള്ളിയ വി അബ്ദുറഹ്മാൻ ഒരു ചില്ലിക്കാശ് പോലും സംസ്ഥാന സർക്കാരിന് നഷ്ടമുണ്ടായിട്ടില്ല എന്ന് പ്രതികരിച്ചു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ലിയോണൽ മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം അടിമുടി തട്ടിപ്പെന്നാണ് റിപ്പോർട്ട്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് 1.26 കോടി രൂപ നൽകി എന്നായിരുന്നു സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ അവകാശവാദം. പണം കൈമാറ്റത്തിന്റെ രേഖകളോ AFA, സ്പോൺസർ, സർക്കാർ എന്നിവർ തമ്മിലുള്ള വ്യക്തമായ കരാറോ ഇല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വിദേശത്തേക്ക് പണം അയക്കാൻ കേന്ദ്രാനുമതി നേടിയെടുത്ത സ്പോൺസർ പിന്നീട് പണം കൈമാറിയതിന്റെ രേഖകൾ സർക്കാരിന് സമർപ്പിച്ചിട്ടില്ല. പണം കൈമാറ്റം നടത്താൻ സ്പോൺസർ കണ്ടെത്തിയ US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഏജൻസി സാമ്പത്തിക കുറ്റകൃത്യം നേരിടുന്നവരാണ്. 2023 ലിയോണൽ മെസ്സിയെ എത്തിക്കാൻ ആദ്യം നീക്കം നടത്തിയ കളമശ്ശേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗോട്ട് ആഡ് ഗ്ലോബൽ എന്ന സ്ഥാപനം പിന്നീട് വന്ന റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ അതേ മേൽവിലാസത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും കണ്ടെത്തലുണ്ട്. വ്യാജ നീക്കത്തിന് ആസൂത്രണം നടന്നുവെന്നും വ്യക്തമായി. ഇതോടെയാണ് വിദേശ നാണയ വിനിമയ ചട്ടലംഘനം, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവയിൽ വിജിലൻസ്, കേന്ദ്ര ഏജൻസി അന്വേഷണങ്ങൾ കൂടി ശുപാർശ ചെയ്യുന്ന റിപ്പോർട്ട് കായിക വകുപ്പ് മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. മെസ്സി വരുന്നു എന്ന് പറഞ്ഞു. ഇത് മെസ്സി അറിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെ 2 അർജന്റീന ഫുട്ബോൾ ടീം വരുന്നു എന്ന് പറഞ്ഞു. അവർ അറിഞ്ഞു എന്നുള്ളതാണ് രണ്ടാമതൊരു വിഷയം. അപ്പൊ അവരാരും അറിഞ്ഞില്ലായിരുന്നെങ്കിൽ അവരുമായി അത്തരത്തിൽ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷനോ നിബന്ധനകളോ ഈ AFFന്റെ ക്ലിയറൻസ്, സ്ക്വാഡ് കൺഫർമേഷൻ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയപ്പെടേണ്ടതായ സംഗതികളുണ്ട്. എല്ലാം മലപ്പുറം ഉൾപ്പെടെ ഒട്ടേറെ ഫുട്ബോൾ പ്രേമികളിൽ നിന്ന് പലവിധങ്ങളായ പരാതികൾ ഇതിന്റെ പല ഘട്ടങ്ങളായിട്ട് വരുന്നു വന്നു. അവർ വാക്കാൽ പറഞ്ഞതുകൊണ്ട് അല്ലാതെ പരാതി നൽകിയ പരാതികളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം തീരുമാനിച്ചത് മുൻ കായിക മന്ത്രി വി അബ്ദുറഹ്മാനാണെന്നും റിപ്പോർട്ടിലുണ്ട്. AFA പ്രതിനിധിയുമായി അന്നത്തെ കായിക മന്ത്രിയുടെ ഓഫീസ് നടത്തിയ ഇമെയിലുകൾ മാത്രമാണ് സർക്കാർ രേഖകളിൽ ഉള്ളത്. സ്പോൺസറെ തിരഞ്ഞെടുത്തതിൽ ചട്ടങ്ങൾ പാലിച്ചില്ല. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് വേണ്ടി സർക്കാർ സംവിധാനം ദുരുപയോഗം ചെയ്തു. കലൂർ സ്റ്റേഡിയം വിട്ടു നൽകിയതിലും ഗുരുതര വീഴ്ചയുണ്ടായെന്നും കായിക വകുപ്പിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ആരോപണങ്ങൾ തള്ളുകയാണ് വി അബ്ദുറഹ്മാൻ. സർക്കാർ തലത്തിലുള്ള എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചിട്ടുണ്ട്. കലൂർ സ്റ്റേഡിയത്തിന്മേൽ സ്പോൺസർക്ക് അവകാശവാദം അനുവദിച്ചുവെന്ന പ്രചാരണം ദുരുദ്ദേശപരമാണെന്നും വി അബ്ദുറഹ്മാൻ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.